കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കെപിസിസിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരാഗ്നിക്ക് ലഭിക്കുന്നത് വലിയ ജനപിന്തുണയെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. സമരാഗ്നി 3 ജില്ലകൾ പൂർത്തീകരിച്ച് വയനാട്ടിലേക്ക് കടന്നതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ സർക്കാരിനെതിരെ കെ സുധാകരൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കണക്ക് സർക്കാർ പുറത്തുവിടുന്നില്ല. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് അനുവദിച്ച ധനസഹായം വളരെ കുറവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കെപിസിസിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര 3 ജില്ലകൾ പൂർത്തീകരിച്ച് തിങ്കളാഴ്ച വയനാട്ടിലേക്ക് കടന്നതായി കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ കോഴിക്കോട് ചേർന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പിന്തുണ ലഭിച്ചു. ഇത് ആത്മവിശ്വാസം പകരുന്നതും സമരാഗ്നിയുടെ ജൈത്രയാത്രയ്ക്ക് കരുത്തു പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ സമൂലമായ മാറ്റത്തിനു വേണ്ടി ജനമനസ്സുകളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാസർഗോഡ് മുതൽ ഇന്നലെ കോഴിക്കോട് വരെ ഞങ്ങൾക്ക് അവിശ്വസനീയമാണ് ഈ വന്നിരിക്കുന്ന ജനങ്ങൾ മുഴുവൻ. ലക്ഷങ്ങൾ ആ വരവും അവരുടെ ആ സാന്നിധ്യവും സമരാഗ്നി എന്ന് പറയുന്ന നമ്മുടെ ഈ ജൈത്രയാത്രയ്ക്ക് വളരെയേറെ കരുത്തു പകർന്നിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ സമൂലമായ ഒരു മാറ്റത്തിന് വേണ്ടി ജനമനസ്സുകളെ തയ്യാറാക്കുക, സജ്ജമാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഈ സമരാഗ്നി ഞങ്ങൾ ആരംഭിച്ചത്. അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നൊരു തോന്നലിലാണ് ഞങ്ങളെല്ലാം. അതേസമയം വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സർക്കാരിനെതിരെ കെ സുധാകരൻ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചു. കാട്ടുമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം വലിയ പ്രശ്നമാണ്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കണക്ക് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മാനന്തവാടിയിൽ ആന ഇറങ്ങിയെന്ന വിവരം നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ആനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ കുടുംബത്തിന് സർക്കാർ അനുവദിച്ച ധനസഹായം വളരെ കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടുമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ തന്നെ അതിന്റെ കണക്കുകൾ പുറത്തുവിടാൻ മടിക്കുന്നു. എത്ര പേർ കൊല്ലപ്പെട്ടു, ആനയുടെ സംഘർഷത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു, മറ്റു മൃഗങ്ങളുടെ കടുവ എത്ര പേർ കൊന്നു, ഒന്ന് തുറന്നു പറയാനുള്ള നട്ടെല്ല് പോലും നമ്മുടെ സംസ്ഥാന സർക്കാരിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൃഗങ്ങൾ ഉണ്ടാകും, മൃഗങ്ങൾ ആക്രമിക്കും. പക്ഷേ ആ മൃഗങ്ങളെ ആക്രമിക്കാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഭരണം നിർവഹിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. അതിവിടെ നടക്കുന്നില്ലെന്നുള്ളതാണ് വിഷയം. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് സംഭവിച്ച വയനാട്ടിലെ ആന 2 ദിവസമായി അവിടെ ആന ഇറങ്ങിയിട്ടുന്ന വാർത്ത ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. പക്ഷെ അവരെവിടെയെന്ന് കണ്ടെത്താൻ ഒരു കുറ്റമറ്റ അന്വേഷണം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതേസമയം NK പ്രേമചന്ദ്രൻ MP പാർലമെന്റ് ക്യാന്റീനിൽ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചതിൽ അപാകതയില്ലെന്നും സുധാകരൻ കോഴിക്കോട്ട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.